ഒക്ടോബർ 7-ന് ഇസ്രയേൽ ഹമാസ് നടത്തിയ കൂട്ടക്കുരുതിക്ക് ഇസ്രയേൽ തിരിച്ചടി തുടങ്ങിയപ്പോൾ മുതൽ ഈ ഹമാസിനെ അനുകൂലിച്ച് വിവിധ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ അത് റാഫേൽ അടുത്തുള്ള ഈ ഹമാസിൻ്റെ ആയുധ കേന്ദ്രമാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ബോംബിട്ട് തകർത്തെന്ന് ഇസ്രായേൽ പറയുന്നു. ഏതായാലും 45 പേർ അതിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അതിനെ തുടർന്ന് ലോകമെമ്പാടുമുള്ള നമ്മുടെ ഈ മലയാളത്തിലും ഉള്ള ചലച്ചിത്ര താരങ്ങളും മറ്റു സെലിബ്രിറ്റികളും എല്ലാം ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. ആ ക്യാമ്പയിനിലെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: എല്ലാ കണ്ണുകളും റാഫേലിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു. ഇപ്പോഴത് ആ ക്യാമ്പയിന് മറുപടി ലോകത്തെ വിവിധ സംഘടനകൾ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യവുമായിട്ടാണ് പുതിയ ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നത്. അവർ പറയുന്നത് ഒക്ടോബർ 7-ന് ഈ ഹമാസിൻ്റെ തീവ്രവാദികൾ തങ്ങളുടെ രാജ്യത്ത് കടന്നു കയറി 1160 പേരെ, അതിൽ പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ അതിക്രൂരമായി കൊലപ്പെടുത്തി. 250 പേരെ ബന്ദികളാക്കി. അവരെ പലപ്പോഴായി വെട്ടിനുറുക്കിയും വെടിവെച്ചും കൊലപ്പെടുത്തി. അപ്പോഴൊക്കെ നിങ്ങൾ എവിടെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. കാരണം തങ്ങളുടെ രാജ്യത്ത് കടന്നു കയറി ഒരു വലിയ ഭീകര ആക്രമണം നടത്തുകയും അവരെ ഞങ്ങൾ തിരിച്ചടിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഈ ക്യാമ്പയിനുമായി വരുന്നത്. ഏതായാലും തങ്ങൾ യുദ്ധം തുടരുക തന്നെയാണ് ചെയ്യുന്നത്. 7 മാസം കൊണ്ട് പൂർണ്ണമായി തുടച്ചു നിൽക്കുക തന്നെ ചെയ്യും. അതായത് യുദ്ധം ഇനിയും തുടരുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പറയുന്നത്. ഒപ്പം തന്നെ നിങ്ങളുടെ കണ്ണുകൾ എവിടെയായിരുന്നു എന്ന ക്യാമ്പയിനും വലിയ പിന്തുണ ഏറി വരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.